ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ ഒരുമിച്ചടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വതന്ത്രം പുതിയൊരു വർഷത്തിൽ സ്വതന്ത്രം അതിൻ്റെ മധ്യാഹ്നത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആദ്യത്തെ മാസത്തിൽ ജനുവരി മാസത്തിൻ്റെ പകുതിയോടെ കടന്നു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മൾ ഓരോരുത്തരും ബലപ്പെടുത്തുന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഉപവാസ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ നേരം സ്വതന്ത്രം ചില വചനങ്ങളെ ചിന്തിച്ച് ദൈവസന്നിധി താഴ്ന്നിരിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സ്വതന്ത്രം ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സ്വതന്ത്രം തനിക്ക് പ്രിയപ്പെട്ടവരൊക്കെയും തന്നെ ഒറ്റിക്കൊടുക്കുകയും തന്നെ തകർക്കേണ്ടതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ശിഷ്യഗണങ്ങൾ അവരുടെ കർത്താവിന്റെ കൂടെ നിന്ന് ശിഷ്യഗണങ്ങൾ ആ നേരമായപ്പോൾ യോഹന്നാനെടുത്ത സകലരും സ്തോത്രം അവിടെ നിന്ന് ഓടി മറയുന്ന അനുഭവമാണ് സ്വന്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ വലിയൊരു ഭാരം കർത്താവിന്റെ ഹൃദയത്തിന് മീതെ വെച്ച് ഒഴിയുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ക്രിസ്ത്യ ജീവിതം സ്വതം നയിക്കുന്നത്. കർത്താവിനെ സ്വതം ധരിച്ച് കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി ഭാരങ്ങൾ ഒരു ദൈവത്തിന്റെ പൈതലിന് നേരെ ഉണ്ടാകും. അവിടെയെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചു വേണം നാം മുന്നേറുവാൻ. ലോകം അതിന്റെ അവസാന കാലഘട്ടത്തിലും അതിന്റെ തലങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ച് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ മനുഷ്യന്റെ പാപ സ്വഭാവങ്ങളും അധാർമികതകളും സ്വതന്ത്രം അശുദ്ധികളും ഒത്തിരി സമൂഹത്ത് വളരെ പ്രബലപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ സ്വതന്ത്രം ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്വതന്ത്രം നമ്മളിവിടെ അധികം നാൾ നിൽക്കുകയില്ല. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ചേർക്കപ്പെടുകയും നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് സ്വതന്ത്രം അയക്കപ്പെട്ട സ്വർഗത്തിൽ തന്നെ നമ്മളെ തിരികെ ചേർക്കുകയും ചെയ്യുന്ന ആ വലിയൊരു സുദിനമാണ് അടുത്തു വരുന്നത്. ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, കർത്താവിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിത്യമായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ ഭവനത്തിൽ നമ്മളെ ചേർക്കുക എന്നുള്ള വലിയ പദ്ധതിയാണ് നമ്മുടെ മേൽ സ്വതന്ത്രം കർത്താവ് നൽകുന്നത്. സ്വതന്ത്രം നമ്മളിവിടെ സ്വതന്ത്രം ആരംഭത്തിൽ തന്നെ വചനങ്ങളെ നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി വചനങ്ങൾ വരും. എന്നാൽ ഇന്ന് പകൽ നേരം ചില വചനങ്ങളെ ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നതിനായി നേതൃത്വം മഹത്വപ്പെടുത്തുന്നു. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശു നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 10-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യം. അവിടെ വായിക്കുന്നത്, ദൈവേഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിക്കുവാൻ സ്തോത്രം. എബ്രായ ലേഖനാകുന്ന അപ്പോസ്തലനായ പൗലോസ് എന്നുള്ള അനുമാനം നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ വരവിനായി കാത്ത് ഇരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കുമായി ഈ ലേഖനത്തിൽ നമ്മൾ ഇവിടെ വായിച്ചു വരുമ്പോൾ ഒത്തിരി വിശേഷമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ അകത്ത് യേശു ക്രിസ്തു നിത്യ പുരോഹിതനായി പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവപുത്രനെയാണ് എബ്രായ ലേഖനം നമ്മളെ വരച്ച് കാണിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഡ്യൂട്ടി നമ്മെ രക്ഷിക്കുക, നമുക്ക് വേണ്ടി സംസാരിക്കുക, നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുക എന്നൊരു വലിയ പദ്ധതിയിലാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോൾ തന്നെ ഈ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ വാക്യം ഇപ്രകാരമാണ്: ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും ഒരു വലിയ വാഗ്ദത്തത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. അത് നമ്മുടെ വീണ്ടെടുപ്പാണ്, നമ്മുടെ ഉയർപ്പാണ്, നമ്മുടെ വീണ്ടെടുപ്പ് എന്ന വലിയ പദ്ധതിക്കായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആശയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് പൗലോസ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ദൈവേഷ്ടം ചെയ്യുവാൻ
സ്തോത്രം. വാഗ്ദത്തം പ്രാപിക്കുവാൻ എന്തു വേണം? സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ സഹിഷ്ണുത നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഹിഷ്ണുത എങ്ങനെയാണെന്ന്? കഷ്ടത്തിലൂടെയാണ് സഹിഷ്ണുത വരികയുള്ളൂ. അങ്ങനെയാണ് റോമാലേഖനം വായിക്കുമ്പോൾ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധത, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരാകുന്നു. ആമേൻ. ഹല്ലേലൂയ. വാക്യം നമുക്കൊന്ന് എടുക്കണം. റോമാലേഖനം അതിന്റെ 5-ാം അധ്യായം സ്തോത്രം അതിന്റെ 3-ാം വാക്യമാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വായിക്കുന്ന അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ ഈ കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ കാരണം എന്താണ്? നാം വാഗ്ദത്തം പ്രാപിക്കേണ്ടവരാണ്. നമുക്കൊരു വാഗ്ദത്തം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. കഷ്ടങ്ങളിൽ തളരുന്നവരല്ല വാഗ്ദത്ത സന്തതി. വാഗ്ദത്തത്താൽ ജനിച്ച എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം, സുവിശേഷത്താൽ ജനിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, നിങ്ങളെ ജനിപ്പിച്ച, നിങ്ങളെയും എന്നെയും ഉയർപ്പിച്ച, സ്തോത്രം, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ വലിയ പദ്ധതി നാം വാഗ്ദത്തം പ്രാപിക്കണം. ആ വാഗ്ദത്തം നാം ദൈവരാജ്യത്തിന് അവകാശമായി തീരുവാനാണ് കർത്താവ് നമ്മുടെ മേൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവന്റെ ഭവനം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൽ എത്തേണ്ടതിനു വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയ്ക്കായി കഷ്ടതകളെ അനുവദിക്കുകയാണ്. ആ കഷ്ടതകളിൽ നാം പ്രശംസിക്കണം. ഇത് ദൈവമക്കൾക്ക് മാത്രം കഴിയുന്നതാണ്. കഷ്ടതയിൽ പ്രശംസിക്കുക എന്നുള്ള വിശേഷതമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അനേകർ കഷ്ടതയിൽ പ്രശംസിക്കുകയില്ല. കഷ്ടതയിൽ തള്ളി പറയുന്നവരുണ്ട്, കഷ്ടതയിൽ മറക്കുന്നവരുണ്ട്, കഷ്ടതയിൽ ഉപേക്ഷിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. കഷ്ടത വരുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ, കണ്ടാലും കാണാത്ത പോലെ മാറിപ്പോകുന്നതൊക്കെയും മനസ്സിലാക്കി ലോകത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ ദൈവമക്കൾക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങൾ കഷ്ടതയിലാകുന്നതിന്റെ പിന്നിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. കാരണം നാം സഹിഷ്ണുത പ്രാപിച്ചേ കഴിയത്തുള്ളൂ. ആ സഹിഷ്ണുത നമ്മളിൽ നിലകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിനും വാഗ്ദത്തത്തിനും വേണ്ടി കാത്തിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വാഗ്ദത്തമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു. കാത്തിരിപ്പാണ് ഒരു വാഗ്ദത്ത സന്തതിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അവൻ കാത്തിരിക്കുമ്പോൾ, കാലങ്ങൾ സമയങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, മാനസിക പ്രതികൂലങ്ങൾ, മാനസികമായിട്ടുള്ള പലവിധമായ പ്രഹരങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരും. അവിടെ നമ്മൾ നിലകൊള്ളേണ്ടത് ദൈവകൃപയാലാണ്. കാരണം ഇവിടെയും നമ്മുടെ കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കണം. നാം പറയണം, എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, അവന്റെ രാജ്യത്തിൽ എന്നെ എത്തിക്കുക എന്നുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിൽ എന്നെ എത്തിക്കുമ്പോൾ അത് പൂർത്തീകരിക്കുന്നത് വരെയും ഞാൻ ഈ ഭൂമിയിൽ കഷ്ടത സഹിക്കേണ്ടതായിട്ട് വരികയാണ്. ആമേൻ. ഹല്ലേലൂയ. കഷ്ടത സഹിക്കേണ്ടതായിട്ട് വരികയാണ്. നമ്മൾ വായിച്ച 10-ാം അധ്യായം, എബ്രായ ലേഖനം 10-ാം അധ്യായം, നമുക്കതിന്റെ വായിച്ച വാക്യം എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവേഷ്ടത വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ആമേൻ. അതിന്റെ വാഗ്ദത്തം എന്ന 37-ാം വാക്യം, തൊട്ടടുത്ത വാക്യം വായിക്കുന്നത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കണ്ടോ, അതാണ് വാഗ്ദത്തം. ദൈവമക്കൾക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യഭവനത്തിൽ നമ്മെ ചേർക്കുവാൻ യേശുക്രിസ്തു വേഗം വരുന്നു. അതാണ് വാഗ്ദത്തം. യേശുക്രിസ്തു വേഗം വരുവാൻ പോകുകയാണ്. അതാണ് വാഗ്ദത്തം. അങ്ങനെയല്ല ഇവിടെ വായിക്കുന്നത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അവൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തു നമ്മളെ ചേർക്കുവാൻ വരും. അപ്പോൾ
സഹിഷ്ണുതയുള്ളവർക്കേ അവന്റെ വരവെങ്കൽ പ്രശംസിക്കുവാൻ കഴിയത്തുള്ളൂ. അവന്റെ വരവെങ്കൽ എടുക്കപ്പെടുന്നത് ഈ നാളുകളിൽ സഹിഷ്ണുതയോടെ അവന്റെ വചനം കാത്തുകൊള്ളുന്നവർക്ക് മാത്രമാണ് ദൈവരാജ്യ പ്രവേശനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അനേകർക്ക് സഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ടും ക്ഷമയില്ലാത്തത് കൊണ്ടും കഷ്ടം സഹിക്കുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് മറന്നു പോകുന്നവരാരും ഈ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യങ്ങളാണ് ഈ പറയുന്ന എബ്രായ ലേഖനം. നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചില വാക്യങ്ങൾ നമുക്ക് മുകളിലിട്ട് നമുക്ക് കയറി വായിക്കാം. അവിടെ വായിക്കുന്നത് അതിന് 35 മുതലൊന്ന് വായിക്കാവോ? 35 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കണ്ടോ? അപ്പോൾ മഹാപ്രതിഫലമുള്ള അപ്പോൾ ധൈര്യമുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മുമ്പിൽ ദൈവം വെക്കുന്ന ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിലൂടെ പോകുമ്പോൾ അത് മറ്റ് പലരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അസാധാരണമായ ചില ധൈര്യങ്ങളാണ് ദൈവമക്കളിൽ ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു ദൈവവൈതല് സ്റ്റെപ്പുകളെ വെക്കുന്നത് അസാധാരണമായ വഴികളിൽ തന്നെയാണ്. ഹല്ലേലൂയ. അവരെടുക്കുന്ന പാതകൾ വ്യത്യസ്തമായിരിക്കും. ഹല്ലേലൂയ. അതിനെ കാരണമാക്കുന്നത് ഒരു ദൈവവൈതലിന് അസാധാരണമായ സ്റ്റെപ്പുകളെ വെക്കുവാൻ അവനെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നിലും നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ടാണ് അസാധാരണമായ ദൈവപ്രവർത്തികളും വീര്യപ്രവർത്തികളും നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കുന്നതിന്റെ പിന്നിലെ കാരണം നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അസാധാരണമായ സ്റ്റെപ്പുകളെ വെക്കുവാൻ ഇടയായി തീരും. അപ്പോൾ അത് ആർക്കാണത് ചെയ്യുവാൻ സാധിക്കുന്നത്? വിളിക്കപ്പെട്ടവർക്ക് മാത്രമാണ് അത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അസാധാരണമായ ചുവടുകൾ ജീവിതത്തിൽ വെക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് കാരണം മനസ്സിലാക്കണം. മനുഷ്യരോടെല്ലാം ലോക മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുമ്പോൾ അവരത് ചെവി കൊണ്ട് കേൾക്കുന്നു, ചിലർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തൊരു വ്യക്തിയാണ് ഇതിനെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ഗ്രഹിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ സാധിക്കത്തില്ല. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നവർക്ക് അതിനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് അറിയത്തുള്ളൂ. എന്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്ന പദ്ധതിക്കായി ദൈവം അയച്ച പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിനായിട്ട് അവകാശിയായി തീരുവാൻ ഹല്ലേലൂയ ഈ നാളുകളിലും ദിവസങ്ങളിലും അസാധാരണമായ സ്റ്റെപ്പുകളെ ദൈവം വെക്കിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവാണ് അസാധാരണമായ ചുവടുകൾ വെക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം. ചിലർ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ വേഗം ചാടി ഇറങ്ങിയത് എന്താ? നിങ്ങൾ എന്നെ അങ്ങനെ ഇറങ്ങിയങ്ങ് പോയത്? ഞങ്ങളോടൊക്കെ ചോദിക്കണ്ടേ, പറയണ്ടേ? മനസ്സിലാക്കണം. ജഡത്തിന്റെ ബലഹീനതയിൽ ഇരിക്കുന്നവർ അത് ചോദിക്കും. കാര്യം അവർക്ക് ജഡത്തിലുള്ളതേ അറിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർക്കറിയാം അസാധാരണമായ നമ്മളിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വലിയതും തേജസ്സുമുള്ളതും പ്രതിഫലവും ഉള്ളതായ ചില ചുവടുകളെ വെക്കുവാൻ ദൈവം ശക്തീകരിക്കുമ്പോൾ അത് അസാധാരണമാണ്. അത് ജഡമനുഷ്യന് മനസ്സിലാകുന്നതല്ല. ഹല്ലേലൂയ. അപ്പോൾ അസാധാരണമായ ചുവടുകൾ ക്രിസ്തീയ ജീവിതത്തിൽ വരുമ്പോൾ ഭാരപ്പെടരുത്. ഇതിന്റെ നടുവിൽ ദൈവത്തിന് വലിയവയെ ചെയ്യുവാനുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽനേരം തിരിച്ചറിയണം. ഞാനോ നിങ്ങളോ അസാധാരണമായ ജീവിത ശൈലി കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഇന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. ഞാൻ അടിവരയിട്ടൊരു കാര്യം പറയാൻ, തകരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇതിനെ ആരംഭിച്ചത് ദൈവമാണ്. കർത്താവാണ് നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ജഡരക്തങ്ങൾക്ക് നിന്നോടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവൻ വെല്ലുവിളിച്ചെന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ നേരെ പോര് വിളിച്ചെന്നിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് നോക്കി നിൽക്കുമ്പോൾ ഗോലിയാത്ത് ഇസ്രായേൽ സഭയ്ക്ക് എതിരെ സംസാരിച്ചതുപോലെ കയ്യിൽ വാളുമേന്തി നിൽക്കുന്ന ഒരു വേലുമേന്തി നിൽക്കുന്ന ഒരു യോദ്ധാവിനെ കാണുമ്പോൾ മനസ്സിലാക്കണം, അവനൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ദൈവജനം വെളിപ്പെടേണ്ടതിനാണ് ഗോലിയാത്ത് ഇന്ന് പടക്കളത്തിൽ ഇരുന്ന് വെല്ലുവിളികൾ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ അവർ അഭിഷിക്തന് നേരെ
നേരെ, ഒരു ദൈവവൈതലിന് നേരെ പോരാട്ടങ്ങൾ വരുന്നതിന്റെ പിന്നിലെ കാരണം നീ തെളിഞ്ഞു പുറത്തു വരുവാൻ വേണ്ടിയാണ്. നിന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മഹത്വത്തോടെ വെളിപ്പെടുത്തേണ്ടതിനാണ് നീ പോരാട്ടത്തിന്റെ അനുഭവത്തിലൂടെ വരുന്നത്. അല്ലാതെ ഒരു പോരാട്ടങ്ങളും നിന്നെ തകർക്കുവാനോ മുടിക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത് ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ വായിച്ച വാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം ശ്രദ്ധിക്കണം. അത് വളരെ വലിയതാണ്. ധൈര്യം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരുടെ ജീവിതത്തിൽ വേണ്ട വളരെ വലിയൊരു ക്വാളിറ്റി ധൈര്യമാണ്. അനേകർ സ്വന്തം ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ധൈര്യമാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാത്തതിന് കാരണം ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാത്തത് ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് വേലയ്ക്ക് വിളിച്ചിട്ട് ഇറങ്ങാതിരിക്കുന്നത് ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ധൈര്യമില്ലെങ്കിൽ സ്വന്തം വചനം പറയുന്ന ഒരു കാര്യം വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുമ്പോൾ ഭീരുക്കൾ അറക്കപ്പെട്ട അവിശ്വാസികളൊന്നും ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ ഭീരുക്കളാകുന്നതിന് കാരണം ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ആയുസ്സിൽ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ ഇമ്പശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വതന്ത്രം ചെയ്തെടുക്കുന്ന ധൈര്യത്തിന് ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ചിലര്, ഞാൻ അതിന്റെ മറുവശം പറയുന്നില്ല, കാര്യം നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം, ധൈര്യമുള്ളവരായിട്ടിരിക്കണം. ധൈര്യത്തോടെ സ്റ്റെപ്പുകളെ വെക്കണം. നമ്മുടെ ചുവടുകളെ കാണുമ്പോൾ യോർദാന് നേരെ കടന്നു ചെല്ലുന്ന ലേവ്യ പുരോഹിതന്മാർ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ഇത് എടുത്ത് സ്വതന്ത്രം എങ്ങോട്ട് ചെല്ലണം? നിങ്ങൾ യോർദാനിലേക്ക് ചെല്ലണം. നിങ്ങളുടെ കാല് ചവിട്ടുമ്പോൾ അവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. അല്ലാതെ ചുമന്നുകൊണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് മാറി നിന്നാ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും എന്നല്ല പറഞ്ഞു. പിന്നെ എപ്പോഴാ? നീ വിശ്വാസത്താൽ നീ സ്റ്റെപ്പുകളെ വെക്കണം. ധൈര്യമുള്ളവർക്ക് ആ സ്റ്റെപ്പുകളെ വെക്കാൻ കഴിയത്തുള്ളൂ. ഈ ധൈര്യം ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നതാണ്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ധൈര്യം നൽകുമ്പോൾ വിശ്വാസത്താൽ യോർദാന് എതിരായിട്ട് നിന്റെ പാദങ്ങൾ അതിൽ വെക്കുമ്പോൾ അതിനെതിരെ ഒഴുകുന്ന ഒഴുക്ക് നിൽക്കും. അപ്പോഴാണ് ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ നടക്കുന്നത്. ആരുടെയെങ്കിലും തോളിൽ ഇരുന്നു കൊണ്ട് ചെയ്തെടുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതവും ഇതിന്റെ പ്രതിഫലവും. ഇതിന് നിന്റെ ധൈര്യം ഒരു വിഷയമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നോക്കുമ്പോൾ അനേക ഭീരുക്കളുണ്ട്. ദൈവനാമത്തിന് ഒരു പ്രയോജനമില്ലാത്ത ഭീരുക്കൾ, ദൈവവചനത്തിന് ഗുണപ്പെടാത്ത ഭീരുക്കൾ, വേലയ്ക്ക് ഗുണപ്പെടാത്ത ഭീരുക്കൾ, കുറ്റം മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഭീരുക്കൾ. ഇതിന്റെ നടുവിലാണെന്ന് ഓർക്കണം. നീ വീര്യം പ്രവർത്തിക്കേണ്ടതിന് നിന്നിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ധൈര്യം നിമിത്തം നീ ചെയ്തെടുക്കുന്ന ചില പ്രവർത്തികൾ ദൈവ സന്നിധിയിൽ പ്രതിഫലത്തിന് യോഗ്യമാണ്. അപ്പോൾ അത് തിരിച്ചറിയാതെ ഇരിക്കണം. ആമേൻ. ഹല്ലേലൂയ. വാക്യം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നതാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ മഹാപ്രതിഫലമുള്ള ധൈര്യം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവവൈതൽ ഒന്നും നോക്കാതെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതി ദൈവാലോചന കേൾക്കുമ്പോൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ് പകരുന്ന ധൈര്യമുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അപ്പോൾ ധൈര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. സാഹചര്യത്തിന്റെ ഓളങ്ങളുടെ മറവിൽ മാത്രം ക്രിസ്തീയ ജീവിതം നയിച്ചു പോകുന്നവരുണ്ട്. അവർക്കല്ല പ്രശംസയുള്ളത്. ധൈര്യം നോക്കും. സാധ്യത ഇല്ലാതിരിക്കുന്നിടത്ത്, ഒരു വഴിയും ഇല്ലാതിരിക്കുന്നിടത്ത്, ഒരു പദ്ധതി ഇല്ലാതിരിക്കുന്നിടത്ത് അന്നും ദൈവം സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ കണ്ണുകളെ ഉയർത്തുന്നവനെ നോക്കുമ്പോൾ സ്വർഗം പ്രതിഫലം വീതിക്കുന്ന നാൾ നീ ദൈവത്തിൽ പ്രശംസിക്കുവാൻ ഇടയായിത്തീരും. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും സ്വർഗം നമ്മുടെ റിപ്പോർട്ട്, നമ്മുടെ നടപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ട് സ്വർഗത്തിൽ സകല വിശുദ്ധന്മാരും ദൂതഗണങ്ങളും കേൾക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങളിലും അനുഭവങ്ങളിലും കണ്ണുടക്കുന്ന രംഗങ്ങളും സാഹചര്യങ്ങളും വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ. എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും നാളെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ധൈര്യം വിട്ടുകളയരുത്. ഈ ധൈര്യം നിനക്ക് ദൈവ സന്നിധിയിൽ നിന്നെ സമ്പന്നനാക്കുന്നതാണ്. സ്വർഗ രാജ്യത്തിൽ നിന്നെ സമ്പന്നനാക്കുന്നതാണ്. ഈ ധൈര്യമുള്ളവർ അസാധാരണമായി വിൽക്കുന്ന ചില ചുവടുകളിൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വരുവാനിടയായി. അപ്പോൾ അതിനെന്ത് വേണം? അതിന് സഹിഷ്ണുത ആവശ്യമാണ്. നീ സഹിഷ്ണുതയ്ക്കായിട്ട് നിന്റെ ദൈവം ഉപയോഗിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരൊക്കെ വിട്ടുപോകും.
വീട്ടുകാർ വിട്ടുപോകും, കൂടപ്പറപ്പുകൾ വിട്ടുപോകും, പലരും നിന്നെ വിട്ടുപോകും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ദൈവം എനിക്ക് നന്മ ചെയ്തു, വലിയ ചെയ്തു എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ എനിക്ക് എന്റെ അണ്ണൻ എന്നെ സഹായിച്ചു, എന്റെ അളിയൻ എന്നെ സഹായിച്ചു, എന്റെ ഉപ്പാപ്പി എന്നെ സഹായിച്ചു, അല്ല എന്റെ കൊച്ചപ്പൻ എന്നെ സഹായിച്ചു, ഇതൊന്നും അല്ല പറയേണ്ടത്. ദൈവം സഹായിച്ചു, യഹോവ ഇരേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ സ്തോത്രം സഹിഷ്ണുതയുടെ പാതകളിലൂടെ നിന്റെ കാലുകൾ വെക്കേണ്ടതായിട്ട് വരും. കഷ്ടം നിമിത്തം നിന്നിലെ സഹിഷ്ണുത വെളിപ്പെടേണ്ടതിന് വേണ്ടി ദൈവം നിന്റെ വലം കൈ പിടിക്കുമ്പോൾ പലരും നിന്റെ കൈകൾ കരങ്ങളെ വിട്ട് നിന്നെ ഓടിപ്പോകാൻ ഇടയായിത്തീരും. ദൈവം നിന്റെ കരം പിടിക്കുമ്പോൾ പലരും നിന്റെ കരം വിട്ടിട്ട് ഓടിപ്പോകും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയില നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ വായിച്ച റോമാലേഖനം സ്തോത്രം അതിന്റെ സ്തോത്രം 3-ാം അധ്യായമാണ് നമ്മൾ വായിച്ചേ അല്ലെ? സ്തോത്രം 3-ാം വാക്യം, 5-ാം അധ്യായം 3-ാം വാക്യം, റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്ന അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ, അപ്പോ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അപ്പോൾ അതിന്റെ തൊട്ട് ഒരു വാക്യം മുകളിലേക്ക് നമുക്കൊന്ന് കയറി വായിക്കാം. സ്തോത്രം. അവിടെ വായിക്കുന്ന എന്താണ്? അതിന്റെ 5-ന്റെ 1 മുതൽ വായിച്ചോ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. കണ്ടോ, അവിടെ തിരിച്ചറിയേണ്ട ഒരു ഭാഗം അവിടെ വായിക്കുന്ന എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അടുത്ത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൃപയിലേക്ക് നമ്മെ ദൈവം നടത്തുമ്പോൾ അതിനകത്ത് കഷ്ടത വരുന്നുണ്ട്. കൃപയിൽ നിലനിൽക്കുന്നത് ആരാന്ന് വെച്ചാൽ കഷ്ടത സഹിച്ചവരെ കൃപയിൽ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ കൃപയിൽ നമ്മൾ നിൽക്കുന്നു എന്ന് അനുഭവിക്കുന്നവര് കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. അപ്പോൾ ആ കഷ്ടതയിൽ കടന്നുപോയവരുടെ ജീവിതത്തിൽ സഹിഷ്ണുത ഉളവായി. സഹിഷ്ണുത അവരിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി സഹിഷ്ണുത സിദ്ധത. അപ്പോൾ സിദ്ധത എങ്ങനെ വരുന്നത്? കഷ്ടതയുള്ളവർക്കും ആ കഷ്ടതയിലൂടെ സഹിഷ്ണുത വന്നവർക്കാണ് ദൈവം സിദ്ധത കൊടുക്കത്തുള്ളൂ. അതിലാണ് പ്രത്യാശ എന്ന വചനങ്ങൾ വെളിപ്പെടുകയുള്ളൂ. അല്ലാതെ വെറുതെ വന്നു കയറിയിരിക്കുന്നവർക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടണം. അപ്പോൾ ഇതിന്റെ അകത്ത് കഷ്ടത സഹിഷ്ണുത സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അവൻ സഹിഷ്ണുതയുള്ളവനായിരുന്നു. അവൻ സിദ്ധന്മാരിൽ സ്തോത്രം ഹാലലൂയ ഉന്നതനായി തീർന്നു. ഹാലലൂയ ഒരു പ്രത്യാശയുടെ സ്തോത്രം ഹാലലൂയ വചനമാണ് അവനിൽ ഉളവായത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് മുന്നമേ സ്തോത്രം ആ മാതൃക കാണിച്ചു തന്നു അല്ലേ? അവൻ കഷ്ടങ്ങളിൽ തികഞ്ഞവനായി തീർന്നു. ആമേൻ. അപ്പൊ കഷ്ടങ്ങളിൽ തികഞ്ഞവനായി തീരുമ്പോൾ മനസ്സിലാക്കണം, അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഉളവാകുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കാരണം കർത്താവ് നമുക്ക് മുമ്പേ കടന്നുപോയി, ഈ കഷ്ടത്തിന്റെ പാതയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് എന്റെ പാദങ്ങൾ ഇന്ന് അതേ കഷ്ടത്തിലാകുമ്പോൾ എന്നോട് സന്തോഷിച്ചാളാനാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ലേഖന കർത്താവ് പറയുന്നത് നീ കഷ്ടത്തിലാവുമ്പോൾ സന്തോഷിച്ചോണം, മറന്നുപോകാതെ സന്തോഷിക്കാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ സന്തോഷിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ ചേർക്കുവാൻ ഇടയായിത്തീരും. എന്താണ് എബ്രായ ലേഖനത്തിന്റെ നമ്മൾ വായിച്ച ഭാഗം നമ്മൾ അവിടെ തന്നെ വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2:10 എബ്രായ ലേഖനം 2:10. സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നവർക്ക് യുക്തം ആയിരുന്നു. സ്തോത്രം. അവിടെ ശ്രദ്ധിക്കേണ്ട വാക്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ എബ്രായ ലേഖനം പറയുന്ന കാര്യം അവിടെ നമ്മൾ വായിച്ച വാക്യം എന്ന് പറഞ്ഞാൽ സകലത്തിന് ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ കണ്ടോ, അനേക പുത്രന്മാരെ. ശ്രദ്ധിക്കണം, നമ്മെ ഓരോരുത്തരെയും ദൈവം തേജസ്സിലേക്ക് നടത്തുമ്പോൾ നമ്മെ തേജസ്സിലേക്ക് നടത്തുന്നവൻ മരണ ശിക്ഷയ്ക്കകത്തും
മരണത്തിന്റെ അകത്തൂടെ കടന്നു പോയെങ്കിലേ അവനിലൂടെ അനേക പുത്രന്മാർ തേജസ്സിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അതിന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. സ്തോത്രം, ഹാലലൂയ. സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനായവൻ. അപ്പോൾ സകലത്തിനും കാരണഭൂതനായവനാകുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രം. അപ്പൊ യേശുക്രിസ്തു എന്താണ്? കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. അതിന് തെളിവ് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് തെളിവ്. അപ്പൊ ലോകർക്ക് ഇത് അറിയത്തില്ല. കാര്യം, ഇത് വിശ്വസിക്കുന്ന നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അറിയുന്നു ദൈവപുത്രൻ മരണവാസികൾ അഴിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന്. അപ്പോൾ ആ വിശ്വാസം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്കേ ഉള്ളൂ. അപ്പോൾ സുവിശേഷം കേട്ട് അവന്റെ പാപത്തിന്റെ മോചനത്തിനായി സ്നാനപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവോട് ചേരുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ സ്വർഗീയ പിതാവ് പകരുവാൻ ഇടയായി തീരും. അപ്പോൾ സ്നാനപ്പെട്ട് അവരുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവരറിയും, ഈ സ്വതം എന്റെ കർത്താവ് എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. എന്നെ വിടുവിച്ചവനാകുന്ന യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് എന്നിൽ പരിശുദ്ധാത്മാവിനെ പകർന്നത്. ഞാൻ പരിശുദ്ധാത്മാവിനെ ഇന്ന് അനുഭവിക്കുന്നതിന് കാരണം യേശുക്രിസ്തു സ്വർഗത്തിൽ ഇരുന്ന് എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പുത്രന്റെ വഴികളിൽ ഞാൻ നടക്കേണ്ടതിന് തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, പുറത്തുള്ളവരോട് സുവിശേഷം പറയുക. അവർ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാതിരുന്നാൽ, അവർ പാപ ജീവിതത്തിൽ നിന്ന് ഒഴിയാതിരുന്നാൽ അവരെ കടക്കാനാകുന്നുള്ളൂ. അതുകൊണ്ട് അവരോട് പ്രസംഗിക്കുക, സത്യം വിളിച്ചു പറയുക. കേൾപ്പാൻ ചെവിയുള്ളവനൊക്കെയും കേൾക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ വചനം മനസ്സിൽ നമ്മൾ നോക്കുമ്പോൾ സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ. അപ്പോൾ ശ്രദ്ധിക്കണം, നാം എങ്ങനെയാ തേജസ്സിലേക്ക് നടക്കുന്നത്? നാം തേജസ്സിലേക്ക് നടക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ ഞാൻ ആയിരുന്ന ആത്മീക മണ്ഡലത്തിലല്ല ഞാൻ ഇന്നായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ആത്മീക പശ്ചാത്തലത്തിലല്ല ഇന്നായിരിക്കുന്നത്. കഴിഞ്ഞ 2024 ആത്മീക പശ്ചാത്തലത്തിലല്ല 2025 വളർച്ച വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം, ഒറ്റ കാരണമേ ഉള്ളൂ, എന്നെ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുന്ന ഒരു നാമമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുകയും നാം വെളിച്ചത്തിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ അവന്റെ വെളിച്ചത്തിൽ നാം നടന്നുകൊള്ളുകയാണ്. കഴിഞ്ഞ നാളിനേക്കാളും നാം ഇന്ന് ആ വെളിച്ചത്തിൽ വീണ്ടും സ്റ്റെപ്പുകളെ വെച്ച് നമ്മൾ കർത്താവിനോട് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത അന്തരീക്ഷത്തിന് മാറ്റം വന്നു, മാനസിക മണ്ഡലങ്ങൾക്ക് മാറ്റം വന്നു, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് മാറ്റം വന്നു, സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു. അപ്പോൾ നമ്മുടെ മാറ്റങ്ങൾക്ക് ആധാരമായിരിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. ആ തേജസ്സിലൂടെ സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇവിടെ ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു, രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീരുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. അങ്ങനെയാണ് കഷ്ടം സഹിഷ്ണുത ഉളവാക്കുന്നു എന്ന് നമ്മൾ കണ്ടു. എബ്രായ ലേഖനത്തിൽ നമ്മൾ 10-ാം അധ്യായത്തിലും കണ്ടു, റോമാലേഖനം 5-ാം അധ്യായത്തിലും കണ്ടു. അങ്ങനെ ഞങ്ങൾ കഷ്ടതയിലൂടെ വരുമ്പോൾ, കഷ്ടതയിൽ തികഞ്ഞവനായി തീരുമ്പോൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു കഷ്ടതയിൽ തികഞ്ഞവനായി തീർന്നെങ്കിൽ യേശുക്രിസ്തു സഹിഷ്ണുതയിലും തികഞ്ഞവനായി തീർന്നവനാണ്. അവൻ പ്രത്യാശയിലും തികഞ്ഞവനായി തീർന്നവനാണ്. അവൻ സിദ്ധതയിലും തികഞ്ഞവനായി തീർന്നവനാണ്. അങ്ങനെയെങ്കിൽ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നതെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കണം. അപ്പോൾ ഒരു കാര്യം പറയണം, നമ്മുടെ പാദങ്ങളും നമ്മുടെ കരങ്ങളും കഷ്ടത്തിലാകുമ്പോൾ നമുക്ക് മുമ്പേ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയവനെ നമ്മൾ ധ്യാനിക്കണം. കാരണം ഈ കഷ്ടത നിമിത്തം എന്നെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് സ്വർഗീയ പിതാവ് എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു വലിയ പദ്ധതിയിലാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ പദ്ധതി അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് പകൽനേരം സമാധാനം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ആർക്കാണ് സമാധാനം ലഭിക്കുന്നത്? നീതീകരിക്കപ്പെട്ടവർക്കേ സമാധാനമുള്ളൂ. അപ്പൊ നീതീകരിക്കപ്പെട്ടത് നാം ആണെങ്കിൽ നീതീകരിച്ചവൻ ക്രിസ്തുവാണ്. അവന്റെ ശരീരയാഗ നിമിത്തം എന്റെ ഒരു പ്രവൃത്തി കൊണ്ടല്ല, കൃപയാലാണ് ഈ നീതീകരണം നടന്നിരിക്കുന്നതെങ്കിൽ ആ തിരിച്ചറിവ് മുഖാന്തരം എനിക്ക് നിത്യ സമാധാനം ലഭിക്കുവാനിടയായി തീരുകയാണ്. അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ ഗ്രഹിക്കണം.
ഇതിന്റെ സത്യങ്ങളെ നമ്മൾ ഗ്രഹിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തേജസ്സിൽ വാസം ചെയ്യുകയല്ല, അവന്റെ മക്കളും സഹോദരന്മാരുമാകുന്നവ നാം ഓരോരുത്തരും വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കുകയാണ്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നയിക്കുകയാണ്. നിന്റെ ജീവിതത്തിന് മാറ്റം വരുന്നതിന് കാരണം ഈ തേജസ് നിന്റെ ഭവനത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്, ഈ തേജസ്സിന്റെ സ്വഭാവത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ്, ഈ തേജസ്സിന്റെ ശുശ്രൂഷയിൽ ഇറങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ അത് തിരിച്ചറിയണം. ഇത് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് ഇറങ്ങാം. ആളുകളെ നമ്മളിവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് എല്ലാവർക്കും ഉണ്ട്. പത്രോസിന്റെ ലേഖനം, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം സ്തോത്രം അതിന്റെ 9-ാം വാക്യം വേഗം എടുത്ത് വായിച്ചാട്ടെ. കിട്ടിയവർ വായിക്കും. 1 പത്രോസ് 5:9. ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു, അനേക സഹോദരന്മാരെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുകയാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. അവിടെ വായിച്ചത് എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. തേജസ്സിലേക്ക് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അപ്പോൾ ഇതിനെ കണ്ടുകൊണ്ട് പത്രോസ് തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ലോകത്തിലുള്ള സകല സഹോദരവർഗം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട്, ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ട്, പാപമോചനം ലഭിച്ച്, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത്, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരാണ് സ്വന്തം സഹോദരവർഗങ്ങൾ. അപ്പോൾ ആ സഹോദരവർഗങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പത്രോസ് ലേഖനം പറയുന്നു, അവർക്ക് ഈ കഷ്ടപ്പാടുകൾ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗങ്ങൾക്ക് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി, കണ്ടോ, സ്ഥിരതയുള്ളവരായി അവനോട് ആരോട് എതിർത്ത് നിൽക്കണം? തൊട്ട് മുകളിൽ ഒരു വാക്യമുണ്ട്, അതൊന്ന് വായിച്ചേ. കണ്ടോ, നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, പിശാചിന്റെ പ്രവർത്തികൾ, അവന്റെ പോരാട്ടങ്ങൾ സഹോദരവർഗത്തിന് പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്, അപ്പോൾ പോരാട്ടത്തിന് നമ്മെ പരീക്ഷിക്കേണ്ടതിന് പിശാച് കടന്നു വരുമ്പോൾ, നമ്മളെ കഷ്ടത്തിന് കോട്ടയിലാക്കുമ്പോഴും നമ്മൾ തളരരുത്. അവിടെ ഇരുന്നു കൊണ്ട് നാം എന്ത് ചെയ്യണം? നാം കഷ്ടങ്ങളിലും പ്രശംസിക്കണം. കാര്യം സഹോദരവർഗങ്ങൾക്കെല്ലാം ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്, കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. കണ്ടോ, അപ്പൊ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവർ. അപ്പൊ എന്താ വിശ്വസിക്കേണ്ടത്? എന്റെ സഹോദരവർഗങ്ങൾക്കെല്ലാം ഈ കഷ്ടതയുണ്ട്. എന്റെ കർത്താവ് അനുഭവിച്ച അതേ കഷ്ടതയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും അനുഭവിച്ചു പോവുകയാണ്. അസാധാരണമായതല്ല ഞാനെന്ന് സഹിക്കുന്നത്. ഇത് പിശാചിന്റെ പോരാട്ടം വരുന്നതിന് കാരണം നീ തെളിഞ്ഞു വരണം. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, അത് സഹിഷ്ണുതയിലേക്ക് നിന്നെ നടത്തുന്നതിന്റെ കാരണം പിശാചിന്റെ പോരാട്ടങ്ങളിലൂടെ പലപ്പോഴും കടന്നു വരുമ്പോൾ, ഇവിടെ പത്രോസ് പറയുന്ന കാര്യം, നിന്റെ സഹോദരവർഗങ്ങളെല്ലാം ഈ അലറുന്ന സിംഹത്തിന്റെ മുമ്പിലൂടെ വിശ്വാസം മുറുകെ പിടിച്ച് അവന്റെ ചതികളിലും അവന്റെ ചതിക്കുഴികളിലും വീഴാതെ വണ്ണം വിശ്വാസം മുറുകെ പിടിക്കുവാൻ കാരണമായി തീരുന്നത്, മകനെ മകളെ, നീ വാഗ്ദത്തം പ്രാപിക്കേണ്ടത് കൊണ്ടാണ്. നിനക്ക് വലിയൊരു സമ്പത്ത് ഉയരത്തിലുണ്ട്, അത് പ്രാപിക്കുവാൻ നീ കാത്തിരിക്കണം. അതിന് നിന്റെ ജീവിതത്തിൽ സഹിഷ്ണുതയാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ആ സഹിഷ്ണുത വെളിപ്പെടുത്തുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആമേൻ. അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ആമേൻ. വായിച്ചേ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുകയും. കണ്ട, അവനോട്, പിശാചിനോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ തന്നെ നാം വാഗ്ദത്തം പ്രാപിക്കണം. എന്നാണ് നമ്മുടെ വീണ്ടെടുപ്പ്, അല്ലേ? മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം.
ആമേൻ. അപ്പൊ വിശ്വാസം മുറുകെ പിടിക്കണം, ധൈര്യം മുറുകെ പിടിക്കണം. സഹിഷ്ണുതയ്ക്ക് നിന്റെ സഹിഷ്ണുത നിന്നിൽ ഉളവാകണം. അതിനാണ് നീ കഷ്ടതയിലൂടെ പോകേണ്ടി വരുന്നത്. പലരും ആഗ്രഹിച്ച തുറകളിൽ പലതും നടക്കാതെ, പലതും ഇച്ഛാഭംഗങ്ങൾ വരുമ്പോൾ, കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കണം, നിന്നിൽ സഹിഷ്ണുത സ്വർഗത്തിലെ ദൈവം ഉളവാക്കുവാനാണ് ഈ പാതയിലൂടെ നിന്നെ നടത്തുന്നത്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിന്നിലുള്ള പലതും അവകാശം പറയും, ശത്രു അവകാശം പറഞ്ഞ് നിന്റെ അടുക്കൽ വരും. പക്ഷേ അതിന്റെ നടുവിൽ നീ സഹിഷ്ണുതയോടെ സ്വന്തം പുത്രനാകുന്ന യേശു ക്രിസ്തു എന്നെ വെളിച്ചത്തിൽ നടത്തേണ്ടതിന്, തേജസ്സിൽ നടത്തേണ്ടതിന് ദൈവപുത്രൻ തികഞ്ഞവനായി തീർന്നെങ്കിൽ ഞാനും തികഞ്ഞവനായി തീരേണ്ടതിനാണ് എന്റെ കൈകാലുകൾ, എന്റെ ജീവിതവും സ്വന്തം ഈ കഷ്ടത്തിലായിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തക്ക സമയത്ത് വെളിപ്പെടും. ഒരു മനുഷ്യനും അവന്റെ നിരൂപണങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അത് നമ്മൾ ഗ്രഹിച്ചു വേണം നമ്മൾ സ്റ്റെപ്പുകളെ വെക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. നമ്മൾ വായിച്ച സ്തോത്രം എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ എബ്രായ ലേഖനം 2-ാം അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യം നമ്മൾ വായിച്ചു. ഒന്നും കൂടെ വായിച്ചാട്ടെ. 2:10. എബ്രായർ 2:10. സകലത്തിനും ലാഭവും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവാനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രതിയോഗി അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് കണ്ട് ചുറ്റി നടക്കുമ്പോൾ ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ആ വക കഷ്ടപ്പാടിലൂടെ മുമ്പോട്ട് പോകുന്നു എന്ന് പത്രോസ് അപ്പോസ്തലനോട് പറയുമ്പോൾ, ആ കഷ്ടങ്ങൾ സഹിച്ചു വരുമ്പോൾ നാം വിശ്വാസം സൂക്ഷിക്കണം, സഹിഷ്ണുത സൂക്ഷിക്കണം, നാം ധൈര്യമുള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെയും നമ്മളിൽ ആ ഫലം പുറപ്പെടുവിക്കുമ്പോൾ അലറുന്ന സിംഹം പോലെ പിശാച് അലറിയെടുക്കുന്ന ചില സാഹചര്യങ്ങളുടെ കടന്നു വരുമ്പോൾ നീ കഷ്ടത്തിലാകുകയാണ്. കഷ്ടത സഹിഷ്ണുതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് നാം സ്തോത്രം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ എന്നോട് ഇടപെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 39 സങ്കീർത്തനം നമുക്കെടുക്കാം. വളരെ സ്തോത്രം ഒരു മനുഷ്യന്റെ കഷ്ടത്തിന്റെ അനുഭവങ്ങളെ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഒരു ഭാഗമാണ് 39 സങ്കീർത്തനം. ഹല്ലേലൂയ. അതിൽ എന്നോട് ഇടപെട്ട ഒരു വാക്യം അതിന്റെ 3-ാം വാക്യമാണ്. അവിടെ വായിക്കുന്ന വാക്യം ഇതാണ്: എന്റെ ഉള്ളത്തിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം: എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ആമേൻ. എന്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വാക്യമാണിത്. ഹല്ലേലൂയ. ധ്യാനത്തിങ്കൽ തീ കത്തുന്ന അനുഭവം, ഹൃദയത്തിന് തീ പിടിക്കുന്ന അനുഭവം, ഹൃദയത്തിൽ ചൂട് പിടിക്കുന്ന അനുഭവം. ചൂട് നമുക്കറിയാം, ആരംഭത്തിൽ ചൂടായിട്ട് വരും. തീ ഒറ്റയടിക്ക് ഉണ്ടാകില്ല. ആരംഭത്തിൽ അവിടെ ഒരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? ആ ചൂടിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് സ്റ്റേജിലാണ് ഫയർ ഉണ്ടാകുന്നത്, തീ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞത് സ്തോത്രം ഹല്ലേലൂയ, മരച്ച അനുഭവത്തിൽ നിന്ന് തണുത്ത അവസ്ഥയിൽ നിന്ന് ചൂട് പിടിച്ച് തുടങ്ങും. അതിന്റെ ഒടുവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത് തീ പിടിക്കുന്ന അനുഭവമാണ്. അപ്പോൾ എന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മ ഇടപെട്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇതൊരു ഭക്തനാകുന്ന ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ
തന്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമായിരുന്നു. എപ്പോഴാ ഒരു ഭക്തന്റെ ഹൃദയം സ്വന്തം ഹാളലിയ ചൂടുപിടിക്കുന്നതെന്നറിയാവോ? എപ്പോഴാണെന്ന് തിരിച്ചറിയണം. ഈ ഭാഗം പലപ്പോഴും ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയിരുന്നാലും നമുക്കൊരു വാക്ക് പോലും വായി പറയാനില്ലാതെ, ഒരു സ്തോത്രം പോലും പറയാനില്ലാതെ മൗനമായിരുന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഇന്ന് പകൽനേരം പറയാം, ഈ സങ്കീർത്തനം നീ ധ്യാനിക്കണം. ഇത് നിന്റെ ആളെ മൗനതയുടെ മറുപടിയാണ് ഈ സങ്കീർത്തനം. ആമേൻ. ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ. എന്താണ് ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ? അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചാമേ. കണ്ടോ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ. കാരണം എന്താ? നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസിനോട് എന്തുകൊണ്ടാ ഞാൻ എന്റെ നാവ് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ പത്രോസ് പറയും, മകനെ, സഹോദരവർഗങ്ങൾക്കെല്ലാം ഉണ്ടായി വരുന്നൊരു പോരാട്ടത്തിലാണ് നീയുമായിരിക്കുന്നത്. എന്താണ് പത്രോസേ ആ പോരാട്ടം? മറ്റൊന്നുമല്ല, അലറുന്ന സിംഹം പോലെ പിശാച് വിഴുങ്ങുവാൻ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരവർഗങ്ങൾ തിരിച്ചറിയണം, നിന്റെ വായിലെ നാവ് കടിഞ്ഞാണിടേണ്ട സമയമുണ്ട്. നീ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ദൈവം കടിഞ്ഞാണിടും. നീ കടിഞ്ഞാടുന്നിടുന്നില്ലെങ്കിൽ ദൈവം കടിഞ്ഞാണിടും. ആമേൻ. നാവുകൾക്ക് കടിഞ്ഞാണിടുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്, അല്ലെ? അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ തിരിച്ചറിയണം. അതിന് 1-ാം വാക്യം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. 1 മുതൽ വാക്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം, ഈ അലറുന്ന സിംഹം വരുമ്പോൾ ഈ പിശാചിന്റെ വഴിയിൽ ഒരു ദൈവവൈതലായി പോകണമെന്നുണ്ടെങ്കിൽ സംസാരം മുഖേനയാണ് വീഴുന്നത് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം. നിന്നിൽ സഹിഷ്ണുത ഉളവാകാതിനുള്ള കാരണം നിന്റെ വായിലെ നാവ് തന്നെയാണ്. നിന്റെ വായിലെ നാവും നിന്റെ വായിലെ വാക്കുകൾ കൊണ്ടാണ് നീ പലപ്പോഴും പല വഴികളിലൂടെ നീ പോകുന്നത്. ദൈവിക വഴികളല്ലാതെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലറുന്ന സിംഹം പോലെ സാത്താൻ വന്ന് നിൽക്കുന്നുണ്ട്. സഹോദര വർഗത്തിലെല്ലാം കഷ്ടത വരുന്നുണ്ട്. അതുകൊണ്ട് നീ എന്തിനും വിശ്വാസം സൂക്ഷിക്കണം. ചിലർക്ക് ജീവിതത്തിൽ വിശ്വാസം ഇല്ലാത്തതിന് കാരണം വായിലെ നാവാണ്. ഹൃദയത്തിൽ സഹിഷ്ണുത ഇല്ലാത്തത് വായിലെ നാവാണ്. ധൈര്യമില്ലാത്തത് വായിലെ നാവ് കൊണ്ടാണ്. അപ്പൊ നാവ് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ധൈര്യം കാണത്തില്ല, സഹിഷ്ണുത കാണത്തില്ല, വിശ്വാസം കാണത്തില്ല. ഇത് 3 നഷ്ടമാകുന്ന വായിലെ വാക്കുകൾ കൊണ്ടാണ്. ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം നമ്മൾ വായിച്ച 39-ന്റെ തുറന്ന്, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് ഞാൻ പറഞ്ഞു. അടുത്ത വാക്യം. കണ്ട, ഉരിയാടാതെ ഊമനായിരുന്നു. കാര്യം, എന്റെ മുമ്പിൽ പിശാച് വെക്കുന്ന അവസരങ്ങളോട് ഞാൻ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ച് പിശാചിന്റെ തന്ത്രങ്ങളിൽ ഞാൻ കുടുങ്ങുവാൻ പിശാച് അവസരങ്ങൾ ഒരുക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ നീ ചില നേരങ്ങളിൽ മൗനമായിരിക്കേണ്ടതായിട്ടുണ്ട്. ദാവീദ് അത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനോടും പ്രതികരിക്കരുത്. എന്റെ ഉള്ളത്തിൽ നീ സംസാരിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ദാവീദിന് സാധിച്ചില്ല, പിന്നെ നീയാണോ ദാവീദിനും വലുത്? ചിലർക്ക് ചില സമയത്ത് ചിലപ്പോ തിരിച്ചറിവില്ല. ചിലരീതി ഞാനിപ്പോ അങ്ങ് സംസാരിച്ച് അവനെ കീഴടക്കാന്ന് വിചാരിച്ച് നടക്കില്ല. അതുകൊണ്ട് മനസ്സിലാക്കുന്നത്, നാവ് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. പിശാചിന്റെ മേൽ അവകാശം പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നീ പറഞ്ഞ വാക്കുകൾ നിമിത്തം നിന്റെ മേൽ അവകാശം പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ വായിലെ നാവ് ഇന്നു പകൽനേരം അത് സൂക്ഷിക്കുവാൻ തയ്യാറായ മതിയാകത്തുള്ളൂ. ആമേൻ. ആ വാക്യം ശ്രദ്ധിക്കണം. അടുത്ത വാക്യം വായിക്കുന്ന എന്താണെന്ന് വായിച്ചേ. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. കാരണം എന്നാ? പ്രതിയോഗി മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാനൊരു കാര്യം, ദീർഘനാളുകളിൽ പല കാര്യം പറയാൻ കഴിയാതെ വരുന്നതിന് കാരണം, ഞാൻ ഈ വിഷയം സംസാരിച്ചാൽ കർത്താവിന്റെ ട്രാക്കിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകുന്ന അറിഞ്ഞത് കൊണ്ടാണ് മിണ്ടാതായത്. കുറെ നാളങ്ങ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ? നമ്മൾക്ക് പിന്നെ മൗനത തന്നെയായി പോകും. ചിലർ സത്യത്തിലുള്ള മിണ്ടാതെ ഇരുന്നു പോകുന്ന ചില അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ, സാഹചര്യത്തിൽ, ആത്മീയത്തിലല്ല കേട്ടോ. പുറമെയുള്ള മനുഷ്യർ ചിലർക്ക് മിണ്ടാട്ടില്ല, ഡിപ്രഷൻ അല്ലേ? അവർക്ക് സംസാരിക്കാനില്ല. അവരിങ്ങനെ ഇരിക്കും വർഷങ്ങൾക്ക്. കാര്യം, ഏതൊക്കെയോ സാഹചര്യങ്ങൾ അവനെ മൗനമാക്കി.
ഞാൻ ഈ പറയുന്ന വാക്യം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ലോകത്തിലെ ഏതെങ്കിലും വിഷയം കൊണ്ട് മൗനമാക്കപ്പെട്ടതാ. ഇവിടെ ക്രിസ്തീയ ജീവിതം, ഈ വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്, ഈ സങ്കീർത്തനവും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ സാത്താൻ അവകാശം പറയാതിരിക്കേണ്ടതിന് നിന്റെ നാവ് കടിഞ്ഞാണ്ടിടണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നീ മൗനമായി ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാം. അടുത്ത വാക്യം വായിച്ച വാക്യം, രണ്ടാം വാക്യം വായിച്ചാ കണ്ടോ, നന്മയെ ഗണ്യമാക്കാതെ നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ ഈ സ്വഭാവ പ്രകൃതി, കാരണം എന്നാ, നീ പല കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതം, ആത്മീയ ജീവിതം നഷ്ടപ്പെടുമെന്ന് കണ്ടുകൊണ്ട് എന്നാൽ ഇനി ചില കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വെച്ച് ചില നന്മ ഗണ്യമാക്കാതെ കളയുക. ചില ലാഭങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പിൽ കൂടെ പോകും. അയ്യോ, എന്റെ പഴയ സ്വഭാവമായിരുന്നു, അതെന്റെ വീട്ടിൽ വരേണ്ടതായിരുന്നല്ലോ, അതെന്റെ പോക്കറ്റിൽ വരേണ്ടതായിരുന്നല്ലോ, എന്റെ അക്കൗണ്ടിൽ വരേണ്ടതായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ ഈ സ്വഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് നഷ്ടമായി പോയല്ലോ. അങ്ങനെ ഹൃദയത്തിൽ ചിന്ത കയറുവാൻ സാധ്യതയുണ്ട്, അല്ലേ? അവിടെ വായിക്കുന്ന വാക്യം എന്താ, ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടം പൊങ്ങി വന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നന്മയെ ഗണ്യമാക്കാതെ എന്ത് ചെയ്തു? കണ്ടോ, അപ്പോൾ തിരിച്ചൊരു ഭക്തി എന്ന് പറയുന്നത് പല നന്മകളെ ഗണ്യമാക്കാതെ നീ മൗനമായി ഇരിക്കുന്നതാണ് ഭക്തിയുള്ള ജീവിതം എന്ന് പറയുന്നത്. പലർക്കും ക്രിസ്ത്യ ജീവിതത്തിൽ നടക്കാത്തതും ഇത് തന്നെയാണ്. പലരുടെ ജീവിതത്തിൽ സ്വന്തം ആ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുന്നതിന് കാരണം വായിലെ നാവാണ്. പലത് സംസാരിച്ച് പ്രാർത്ഥനാ ജീവിതം ഇല്ലാതായി പോയി, ദൈവത്തിന്റെ കൃപ നഷ്ടമായി പോയി. സംസാരമാണ് വിഷയം, വായിലെ വാക്കുകളാണ് വിഷയം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാവീദ് അങ്ങനെയല്ല. പല ലാഭങ്ങളും വിട്ടുകളഞ്ഞ്, പല അനുഗ്രഹങ്ങളും വിട്ടുകളഞ്ഞ്, ഞാൻ ശത്രുവാകുന്ന പിതാവിന് വിധേയപ്പെടരുതല്ലോ, എന്റെ നേർക്ക് ഒന്നും അന്യായമായി കയറി വരുന്നത് കണ്ട് ദീർഘനാള് താൻ മൗനമായിരിക്കുവാൻ തീരുമാനിച്ചു. ഒരു കാര്യം പറയാൻ കേട്ടോ, ക്രിസ്തീയ ജീവിതത്തിലല്ല, ഇതുപോലൊരു മരുഭൂമിയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടെങ്കിലേ ആത്മീകനായി നീ പുറത്തു വരത്തുള്ളൂ. അപ്പോൾ ആത്മീകനായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ സ്വന്തം മരുഭൂമിയിൽ നീ മൗനമായിരിക്കേണ്ടതായിട്ട് വരും. ആമേൻ. കരങ്ങൾ ദൈവമഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പല നന്മകളും ഗണ്യമാക്കാതെ മൗനമായിരുന്നു. അടുത്തത് കണ്ടോ, സങ്കടം എപ്പോഴാ പൊങ്ങി വരുന്നതെന്ന് അറിയാവോ? നമുക്ക് എപ്പോഴാന്നറിയാവോ ഈ മൗനമായി പോകുന്നറിയാം? ഇത് ചിന്തിക്കണം. ആരംഭത്തിൽ ദാവീദ് മൗനമായിട്ടിരുന്നു, പോരാട്ടത്തെ ജയിക്കാൻ വേണ്ടി മൗനമായിട്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ശരിയായ പോരാട്ടം വന്നു. എന്താ? നഷ്ടങ്ങൾ വന്നു. നഷ്ടങ്ങളെ ഓർത്തപ്പോ എന്ത് സംഭവിച്ചു? എന്റെ സങ്കടം പൊങ്ങി വന്നു. ഇതല്ലേ ഉണ്ടാകുന്നത്? അനേകരുടെ ജീവിതത്തിൽ സങ്കടം പൊങ്ങി വരുന്ന എപ്പോഴാ? നീ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് ചില ക്രമീകരണങ്ങളിലേക്ക് വരുമ്പോൾ അത് നിമിത്തം പല പോരാട്ടങ്ങളും പരീക്ഷകളും കഷ്ടനഷ്ടങ്ങളും ഭവനത്തിൽ വരുമ്പോഴാണ് സങ്കടം പൊങ്ങി വരുന്നത്. കാര്യം നീ പലതും ആരംഭിച്ചത് ഈ വിധത്തിലുള്ള പ്രതിസന്ധി വരുമെന്ന് വിചാരിച്ചല്ല, അല്ലേ? ഇത് ആഗ്രഹിച്ചല്ല, ഇത് ചിന്തിച്ചല്ല നീ പലതും ആരംഭിച്ചത്. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അത് സംഭവിച്ചു. നിന്റെ സങ്കടം പൊങ്ങി വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടോ, ആ ചൂട് എപ്പോഴാ വന്നത്? പ്രാർത്ഥനയുടെ വാക്കുകൾ എപ്പോഴാ വായിൽ വരുന്നറിയാം? ചുമ്മാ ഒരു ഇഷ്ടം പോലെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ഇഷ്ടം പോലെ പറഞ്ഞ്, ഇഷ്ടം പോലെ സംസാരിച്ച്, ഇഷ്ടം പോലെ കുത്തിമറിഞ്ഞ് നടന്നവൻ പ്രാർത്ഥിക്കാൻ ചാടിക്കേറി ഒരു പ്രാർത്ഥന, ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു ഗുണമില്ല. ആമേൻ എന്ന് പറഞ്ഞ എന്തായാലും കാരണം അത് അകത്തും എന്താ പറയുന്നത്, പച്ച പറഞ്ഞ എന്താ പറയുന്നത്, മരുന്നില്ലാത്ത വെടി പോലെയാണത്. മനസ്സിലാകുന്നത്? അതിന്റെ അകത്ത് വെടിമരുന്നില്ല, വെറും ഷെല്ലേ ഉള്ളൂ. മനസ്സിലാക്കണം, നിനക്ക് അകത്ത് പ്രമാണമില്ലാത്തവന്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഫലം ഉണ്ടാകത്തില്ല. ഈ അകത്ത് പ്രമാണം എങ്ങനെയാ വരുന്നത്? പല നന്മകളും ഗണ്യമാക്കാതെ ഇരുന്നപ്പോൾ എന്റെ ഉള്ളത്തിൽ സങ്കടം പൊങ്ങി വരണം. എന്താ നീ മൗനമായിരുന്നതിന് കാരണം? എനിക്ക് പോരാട്ടത്തെ ജയിക്കണം, അല്ലേ? പൈശാചിക പോരാട്ടങ്ങളെ ജയിക്കുവാൻ താല്പര്യപ്പെട്ട് തീരുമാനിച്ച സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അപ്പോഴാണ് സങ്കടം പൊങ്ങി വരുന്നത്. വായിച്ചേ അടുത്തത്. കണ്ട, എന്റെ ഉള്ളത്തിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ഞാനൊരു കാര്യം പറയാം, നിന്റെ ഹൃദയത്തിന് ചൂട് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ പരസ്യ ജീവിതത്തിൽ ദൈവം സന്ദർശിച്ചേ മതിയാകത്തുള്ളൂ. പരസ്യ ജീവിതത്തിൽ ദൈവം സന്ദർശിക്കുമ്പോൾ
നിന്റെ മുമ്പിൽ വഴികൾ അടയപ്പെടുമ്പോൾ, പല നന്മകളും നഷ്ടമാകുമ്പോൾ, നീ പലരുടെ മുമ്പിൽ നിന്റെ കൈ നീട്ടുന്ന അനുഭവത്തിലേക്ക് എത്തുമ്പോൾ, നീ ഉടഞ്ഞ അനുഭവത്തിലേക്ക് വരുമ്പോഴാണെന്ന് ഓർക്കണം ഉള്ളത്തിൽ ചൂട് കയറുന്നത്. ആമേൻ. ഹൃദയത്തിൽ ചൂട് കയറുന്നത് അപ്പോഴായിരിക്കും. വായിച്ച വാക്യം വായിച്ചാട്ടെ. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. കണ്ടോ, ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ കൃപ ആർക്കാ ലഭിക്കുന്നതെന്ന് അറിയാവോ? ഈ നാവിന് നിയന്ത്രണം ഇല്ലാത്തവൻ ഒരു കൃപയും പ്രാപിക്കുന്നില്ല. എവിടെ ചെന്നാലും കാളമ്പോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസിയുണ്ട്, ശ്രദ്ധിക്കണം, അവനിൽ ദൈവത്തിന്റെ കൃപ ആശയമില്ല. സംസാരത്തിൽ തെറ്റിപ്പോകുന്നവനിൽ ദൈവകൃപ ഇരിക്കുന്നില്ല. കാര്യം അവന്റെ നാവിന് കടിഞ്ഞാണില്ലാതെയാണ് അവൻ വരുന്നത്. അതുകൊണ്ട് നാവിന് കടിഞ്ഞാണില്ലാത്തവരെ സൂക്ഷിച്ചോണം കേട്ടോ. ചിലര് എല്ലാ വികാരങ്ങളിലും വിചാരങ്ങളിലും എല്ലാം അവരുടെ നാവ് അതനുസരിച്ച് അഴിച്ചുവിട്ട് പോകുന്ന വ്യക്തികളുണ്ട്. ജീവിതത്തിൽ പരാജയമായിരിക്കും അങ്ങനെയുള്ളവര്, വലിയ പരാജയമായിരിക്കും. ഇന്ന് പകൽ നേരം എന്നെ കേൾക്കുന്നവരെ, ഇന്ന് പകൽ നേരം മുതൽ ഒരു പുതിയ തീരുമാനമെടുക്കണം. ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുക്കണം. കർത്താവേ, നിന്റെ സന്നിധി, നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്റെ നാം അയോഗ്യമായിട്ട് ഇരിക്കരുത്. ശ്രദ്ധിക്കണം, ഇവിടെ ശൗലിന്റെ ഉപദ്രവ ഹേതുവായാണ് ദാവീദ് മൗനമായിരുന്നതെങ്കിൽ മനസ്സിലാക്കണം, ആ സാഹചര്യങ്ങൾ പോകുമ്പോൾ പല ലാഭങ്ങളും നഷ്ടങ്ങളായി തീരുന്നു, പല നന്മകളും നഷ്ടങ്ങളായി തീരുമ്പോഴും നിന്റെ ഉള്ളത്തിന് ചൂട് പിടിക്കേണ്ടതായിട്ട് വരും. നീ പലരുടെ പരപ്രേരണയാലോ അല്ല മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയൊക്കെയാ പലതും തുടങ്ങിയത്. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടുമ്പോൾ നീ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തെളിഞ്ഞേ മുമ്പോട്ട് പോകത്തുള്ളൂ, വെറുതെ പോകത്തില്ല. അത് ഇതിന്റെ അകത്തൊരു വലിയൊരു വിഷയമാണ്. നീ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കൃത്യമായി വെളിപ്പെട്ടേ കാര്യം മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചേ. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. കണ്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സഹിഷ്ണുത വരണമെന്നുണ്ടെങ്കിൽ നിന്റെ അവസാനത്തെ നീ ഒന്ന് അറിയണം. മനസ്സിലാകുന്നില്ല? പലർക്കും അത് ഗ്രഹിക്കാനുള്ള മനസ്സില്ല. ഇന്ന് ഈ പാപം ചെയ്ത് ദുഷ്ട ഹൃദയത്തോട് നടക്കുന്ന പാപ മനുഷ്യർക്ക് അവരുടെ അവസാനം ഏത് വിധത്തിലാണെന്ന് അറിഞ്ഞാൽ അവൻ ആ പാപം വിട്ട് ഉപേക്ഷിക്കും. അനേകർ പാപം വിട്ടൊഴിയാതിന് കാര്യം ഇതിന്റെ ഇങ്ങനെ പോയാൽ ഇതിന്റെ അവസാനം എന്താകുമെന്ന് ചിന്താശേഷി ഇല്ലാത്തവരാണ് സ്വന്തം പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്ന് കുഴയുന്നത്. അപ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ്, എന്റെ അവസാനത്തെ അറിയുവാൻ, എന്റെ അവസാനത്തെ ദിവസം എന്തെന്ന് അറിയുവാൻ കൃപ നൽകണം. കണ്ടോ, അപ്പോൾ നമ്മുടെ പ്രാർത്ഥന മാറി. അതുവരെ വീട് തരണേ, ജോലി തരണേ, ശമ്പളം കൂട്ടണേ, അപ്പുറത്തെ വസ്തു മേടിക്കാൻ വഴി തുറക്കണേ, മക്കൾക്കൊക്കെ വിസ കിട്ടണേ, അവർക്ക് ശമ്പള സ്കെയിൽ കൂട്ടണേ, ഇതായിരുന്നു പ്രാർത്ഥന. ഇത് ആ പ്രാർത്ഥനയെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. നിന്റെ വായ അടയേണ്ട മേഖല അടഞ്ഞപ്പോഴുണ്ടല്ലോ നീ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ എന്തുകൊണ്ടാ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കാത്തതെന്ന് അറിയാവോ? നിന്റെ നാവിന് കടിഞ്ഞാണില്ലാത്തത് കൊണ്ടാണ് നീ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കാത്തത്. അനേകർ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തതിന് കാരണം ഇതുവരെയും നാവിനൊരു കടിഞ്ഞാണ് വീണിട്ടില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം കേട്ടോ, ജീവിതത്തിൽ എന്തെങ്കിലും ഭൗതിക നന്മയല്ല നിന്റെ ആത്മീക ജീവിതവും നിന്റെ ഭക്തിയുള്ള ജീവിതവും നിന്റെ വിശ്വാസത്തിന് ആധാരം ഇന്ദ്രിയജയം തന്നെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇന്ദ്രിയജയമില്ല, ചിലർക്ക് ഇന്ദ്രിയജയമില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണ് നിന്നെ ചതിക്കുക, നിന്റെ നാവ് നിന്നെ ചതിക്കുക, നിന്റെ ചെവി നിന്നെ ചതിക്കുക, നിന്റെ മനസ്സ് നിന്നെ ചതിക്കുക, നിന്റെ കൈകാലുകൾ നിന്നെ ചതിക്കുകയാണ്. ഇങ്ങനെ ചതിക്കപ്പെടുന്നവനല്ല ദൈവരാജ്യത്തിൽ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് വലിയൊരു ധൈര്യം നമ്മൾ കാണണം. എന്താണ് ആ ധൈര്യം? ദൈവരാജ്യത്തിന് അവകാശമായി തീരണം. അതിനായിട്ടാണ് കർത്താവ് നമ്മളെ ഒരുക്കുന്നത്. അപ്പോൾ ദാവീദിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എത്ര അതിശയകരമായൊരു വാക്യമാണത്. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. കാരണം എന്താണ്? അത് അറിയുന്ന ഒരുവൻ ദൈവത്തിലേക്ക് വന്നിരിക്കും. എവിടെയെങ്കിലും പ്രാർത്ഥിച്ച് കണ്ടിട്ടുണ്ടോ? ഇന്ന് സഭയ്ക്കകത്ത് ആ വിധത്തിൽ ആത്മാവിന്റെ നിറവിലുള്ള വചനമോ പ്രാർത്ഥനയോ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആത്മവരമില്ലാത്തവനും അഭിഷേകമില്ലാത്തവനും സഭയ്ക്കകത്തിരുന്നു കൊണ്ട് അവന് ഭ്രാന്തുണ്ടെന്ന് പറയും. അല്ലേ? അത്ര എത്തിന്ന് ഓർക്കണം.
കാര്യം ആത്മവരമില്ലാത്തവർ സഭയ്ക്കകത്ത് വർഷങ്ങളായിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു പ്രാർത്ഥന ദാവീദിന്റെ വായിൽ നിന്ന് വന്ന പ്രാർത്ഥന പോലെ ഒരു ആത്മാവിന്റെ നിറവിലുള്ളൊരു പ്രാർത്ഥന വന്ന എത്ര പേര് സ്തോത്രം പറയും? മനസ്സിലാക്കണം കേട്ടോ. കൈവിടപ്പെട്ടു പോകുന്നവര് പുറംജാതികളാ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരാന്ന് പറയാനും തുള്ളാനും ചാടാനൊക്കെ ഒത്തിരി പേര് താല്പര്യമാണ്. ഈ ആത്മവരമില്ലാത്ത നീ ഈ നിലവാരത്തിൽ എന്റെ അവസാനത്തെ അറിയിക്കണമേ എന്ന് ആത്മാവിൽ ഗ്രഹിച്ച് അതിനൊത്തവണ്ണം പോരാടാത്ത നിന്നെ എന്തിനാ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? എന്തിനാ കൊണ്ടുപോകുന്നത്? ഹല്ലേലൂയ വായിച്ചാട്ടെ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. കാരണം ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. അതായത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ നീ പ്രശംസിക്കുവാൻ, ഹല്ലേലൂയ, നീ എടുക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ അറിയിക്കണമേ എന്ന്. അതായത് ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഒരു ബഹുമാനവും മേടിക്കുന്നില്ല. കാര്യം എനിക്കൊരു ബഹുമാനവും നൽകാതെ എന്നോട് സംസാരിക്കുമാറാകണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭക്തനെ കാണുന്നത്. എത്ര പേര് റെഡിയാണ്? ചിലർ ശ്രേഷ്ഠ ദൈവദാസൻ, വലിയ ദൈവദാസൻ, വിലയേറിയ ദൈവദാസൻ കൊടുത്ത് ബഹുമാനം പിടിച്ച് മേടിച്ച് വൈറ്റ് വാഷ് ചെയ്ത് സ്റ്റേജേ കയറ്റുന്നതാ. ദാവീദിനെ നോക്ക്, എന്റെ അവസാനം എന്നെ ഒന്ന് അറിയിക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് എന്ന് ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് മാന്യത കിട്ടണമെന്ന് വെച്ച് നമ്മൾ സ്തോത്രം എന്ന് നമ്മുടെ ഈ ശൈലി ഉപേക്ഷിക്കുന്നോ അന്നേ നിന്റെ ഹൃദയത്തിൽ ചൂട് പിടിക്കത്തുള്ളൂ. അന്നേ നിന്റെ ഹൃദയത്തിൽ ധ്യാനത്തിങ്ങൾ തീ കത്തത്തുള്ളൂ. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് മാനം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വ്യവസ്ഥകളോട് ഹൃദയംഗമായി ഞാൻ നിഷേധിച്ചിട്ട് എനിക്ക് ബോധിച്ച വഴികളിൽ അവന്റെ മുമ്പാകെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടേ മനസ്സിലാക്കണമേ, നീ തള്ളപ്പെട്ടു പോകും. ഹല്ലേലൂയ. കാര്യം നിന്റെ നാവിന് കടിഞ്ഞാണില്ലെങ്കിൽ നീ മനുഷ്യന്റെ മുമ്പിൽ കടിഞ്ഞാണുള്ളവനായിട്ട് നിൽക്കും. പക്ഷെ ദൈവസന്നിധി നീ കടിഞ്ഞാണുള്ളവനായിട്ട് നിൽക്കാനാണ് നീ പഠിക്കേണ്ടത്. മനുഷ്യരുടെ മുമ്പിൽ അവരോട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നത് ഭയങ്കര വളരെ 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 സെൻസിബിൾ ആയിട്ട് ആ വ്യക്തി സംസാരിക്കുന്നു. ഓക്കെ, ശരി തന്നെ. ഒരു 2 വാക്ക് പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അവന്റെ ആത്മീയ ജീവിതം. ഈ പുറമേ ഭക്തരാണെന്ന് കാണിക്കുന്ന വ്യക്തിയോട് നമ്മൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വചനം പറയാൻ കൊടുക്കണം, പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാവും. അപ്പോൾ ഇവൻ അകത്ത് തീ കത്തിയവനാണെങ്കിൽ അവന്റെ വായിലൂടെ ആ അഭിഷേകത്തിന്റെ അഗ്നി പുറത്തു വരും. ദൈവകൃപയുടെ വ്യവസ്ഥകൾ അവന്റെ നാവിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ അവിടെ അത്തും പിത്തും കാണിച്ചാൽ മനസ്സിലാക്കണം ഇവൻ ഫേക്കാണ്. പുറമെ വെറും ഫേക്കാണ്. പുറമെ മറ്റുള്ളവരെ കാണിക്കാനായി ഇത് ചെയ്യുന്നുള്ള അകത്തിവെങ്കിൽ ഒന്നുമില്ല. മനസ്സിലാക്കണം. അപ്പോൾ അകത്ത് പ്രമാണം വരുവാൻ ദാവീദ് എടുത്ത വിധം കണ്ടോ? എന്റെ അവസാനത്തെ എന്നെ അങ്ങ് അറിയിക്കുക. എനിക്കൊരു മാന്യതയും വേണ്ടപ്പാ. നിന്റെ മുമ്പിൽ ഞാൻ ഒന്നും ഇല്ലാത്തവനായിട്ട് നിൽക്കട്ടെ. നിന്റെ മുമ്പിൽ ഞാൻ ആ പഴയ വളരെ ആട്ടിടയനായിട്ട് നിൽക്കട്ടെ. ആ കാട്ടിലൊന്നും ഇല്ലാത്തവനായിട്ട് നിൽക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവനാണ് ഉള്ളത്തിൽ തീ കത്തത്തുള്ളൂ. ആ തീ കെട്ടതിന് കാരണം എന്താണെന്നറിയോ? ഇതാണ് അതിന് കാരണം. ഹല്ലേലൂയ വായിച്ചാട്ടെ. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ നീ ആയിരിക്കുന്നു. കണ്ടോ? അത് തിരിച്ചറിയണം. നിത്യനായ ദൈവത്തിന് മുമ്പിൽ എന്റെ 30 വയസ്സും 40 വയസ്സും 50 വയസ്സും 60 വയസ്സും 70 വയസ്സും 80 വയസ്സും എന്നിട്ട് പറയുമ്പോ എന്റെ പോക്കുതറിയാ. നിന്റെ നിത്യനായ ദൈവത്തിന്റെ മുമ്പിലാണ് കളിക്കുന്നത്. പോ നിത്യനായ ദൈവത്തിന് മുമ്പിലാണ് നീ ചെല്ലുമ്പോൾ. അളവിയ 60, 30, 80 വർഷം ഭൂമിയിൽ ഇരുന്നിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടെന്ന് അവകാശപ്പെടുന്ന നീ ഇതുവരെ ക്രമീകരണമില്ലാതെയും നാവിന് കടിഞ്ഞാണില്ലാതെയും സഹിഷ്ണുതയില്ലാതെയും ജീവിച്ചു പോന്നവനാണെങ്കിൽ തിരിച്ചറിയണം കേട്ടോ. നിന്റെ ഈ ശരീരം വിട്ട് പ്രായമില്ലാത്ത ശരീരം പ്രാപിച്ച് നീ അവിടെ ചെല്ലുമ്പോൾ ലജ്ജിച്ചു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഓട്ടം സ്ഥിരതയോടെ ഓടണം. വായിച്ചേർത്ത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. കണ്ടോ? അപ്പോൾ അകത്ത് തീ കത്തിയപ്പോൾ ആ തീക്കകത്ത് വെളിപ്പെട്ടു വന്ന് തിരിച്ചറിവ് ശ്രദ്ധിച്ചോ? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ, ഒരു ആയുസ് അത്രേ ഉള്ളൂ, ഒരു ജീവിതം അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചിലർ പറയും ഈ ജീവിതം ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. അവന് ഈ സീലിംഗ് വിട്ട് മുകളിലോട്ട് പ്രത്യാശ പോകാത്തവരുണ്ട്. ഈ വാക്യം എടുത്ത് പറയും
ഏറിയ ഒരു സ്തോത്രം വചനം പറയുമ്പോ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഏത് മനുഷ്യനും ആ ഉറച്ചു നിന്നാലും ആ ഒരു ശ്വാസമത്രേ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലൊരു ശ്വാസം അത്ര. അതുകൊണ്ട് ഈ ആയുസൊക്കെ ഇത്ര ഉള്ളു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദൈവരാജ്യം പറയാൻ പറ്റാത്ത വിശ്വാസികളുണ്ട്. സ്വർഗത്തിലേക്ക് പ്രത്യാശ എത്താത്ത വിശ്വാസികളുണ്ട്. ഞാൻ പറയാൻ പരാജയമാണത്. വായിച്ചേ അടുത്ത. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. കണ്ടോ, അവരുടെ അധ്വാനങ്ങളെല്ലാം കാണുമ്പോ അയ്യോ ആ വ്യക്തി കണ്ടോ ഇന്ന ഇടത്ത ഇന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്, ഇന്ന വ്യക്തിയുടെ ഒക്കെ അവസ്ഥകൾ ഭയങ്കരമാണ്. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പദവിക്ക് വലിയ മഹത്വം കൊടുക്കാൻ ലോക മനുഷ്യൻ റെഡിയാണ്. അകത്ത് തീ കത്തിയിട്ടുള്ള പട്ടൻ അതിന്റെ പുറകെ പോകരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെങ്കിലും അധ്വാനം ചെയ്താൽ അത് നീ പറയാൻ നിൽക്കരുത്. ചില പാസ്റ്റർമാർ പോയി കിടന്ന് കാണിക്കുന്നത് കാണുമ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോകും. നിനക്ക് ലഭിച്ചതെന്ന് അറിയാതെയാണ്. ലോകത്തിലെ ഒരു പദവിയല്ല, അതിലെല്ലാം വലിയ പദവിയാണ് മഹാരാജാവിന്റെ നിത്യജീവന്റെ വചനം ഈ തലമുറയിൽ പ്രഘോഷിക്കുവാൻ എന്റെ നാവിനെ ഉപയോഗിച്ച ദൈവം മഹത്വമുള്ളവൻ. അതിന് വിശ്വസ്തനെന്നെണ്ണി ഈ മൺകൂടാരത്തിൽ എടുത്തതിലും പരമായി ദൈവം വസിക്കാത്ത മറ്റു കൂടാരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൂടാരത്തിന്റെ ഒരു വിഷയമല്ല. അത് തീരുമാനമെടുക്കണം. ആമേൻ. വായിച്ചാട്ടെ. അവൻ ധനം സമ്പാദിക്കുന്നു. കണ്ടോ, അതാണ് ഒരു ഭക്തന്റെ തിരിച്ചറിവ്. കാരണം എന്താണെന്നറിയോ, ഇന്ന് രക്ഷിക്കപ്പെടാത്തതിന് മുമ്പ് ചെന്ന് അവന്റെ പോക്കറ്റിലും അവന്റെ അക്കൗണ്ടിലുള്ളതിനെ ഓർത്ത് ഈ വരുന്ന ദിവസങ്ങളും വർഷങ്ങളും ഇതുകൊണ്ട് ഇങ്ങനെ ഞാൻ സമ്പാദിക്കുന്നു, ഭക്ഷിക്കുന്നു, ഉയരുന്നു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു, ഇത് മാത്രം കാണുന്നു. പക്ഷേ അകത്ത് തീ കത്തിയ ഒരു ഭക്തൻ കാണുന്ന എന്നാണെന്നറിയാവോ, ഇവൻ ഇന്ന് അധ്വാനിച്ചു വെച്ചു, നാളെയും മറ്റന്നാളും അത് വരുന്ന കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇവനി ഉണ്ടാക്കി വെച്ചത് അവൻ തിന്നൂന്നാണ് അവൻ പറയുന്നത്. ഭക്തൻ പറയുന്ന ആര് കഴിക്കൂന്ന് അറിയുന്നില്ല, ആരനുഭവിക്കൂന്ന് അറിയുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം കേട്ടോ, ഇന്ന് പലരുടെയും കൈ പലതുണ്ടെന്ന് സ്വന്തം ഉറച്ചു നിൽക്കുന്നവർക്കോട് പറയാം, അത് ആരനുഭവിക്കുന്നു ദൈവമേ തീരുമാനിക്കുന്നത്. നീ അധ്വാനിച്ചു വെക്കും, അനുഭവിക്കുന്നു മറ്റൊരുത്തനാ. അങ്ങനെയാണ് ഈ ദൈവം പ്രവർത്തിക്കുന്നത്. ശരിയല്ലേ? പലരും അധ്വാനിച്ചു വെച്ചത് ഒരിക്കലും ചിന്തിക്കാത്ത പല കുടുംബങ്ങളും പല വ്യക്തികളും അത് അനുഭവിക്കുന്ന രംഗങ്ങളല്ലേ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നടന്നത്. പിന്നെ നിന്റെ കരത്തിലിരിക്കുന്നതെല്ലാം നിന്റെ കരത്തിൽ സുരക്ഷിതമാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് മനസ്സിലാക്കണം, അന്നേക്കുള്ള മതി എന്ന് വിചാരിക്കാനാ ഭക്തനോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രത്യാശ ഭക്തന് നടത്തുമ്പോൾ മനസ്സിലാക്കണം, പലരും സ്വന്തം അനുഭവിക്കുവാൻ ഉളവാക്കിയതൊക്കെ ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആ വചനത്തിന്റെ ആധാരം എന്ന് മനസ്സിലാക്കി. ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. മനസ്സിലാക്കണം. വായിച്ചാട്ടെ. ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എന്റെ പ്രത്യാശ നിന്നിൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. കണ്ടോ, ഇതാണ് പ്രാർത്ഥന. എന്തിനാണ്? അകത്ത് തീ കത്തിയവര് പ്രാർത്ഥിക്കുക, എന്റെ ലംഘനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, എന്റെ ആയുസിന്റെ അവസാനത്തെ എന്നെ കാണിക്കണമേ. കാരണം വ്യർത്ഥ മനുഷ്യർ അധ്വാനിക്കുന്ന വഴികളിലൂടെ നടക്കരുത്. അവരുടെ വഴികളൊന്നും ശാശ്വതമല്ല. അവരധ്വാനിച്ചെങ്കിലും ഭക്ഷിക്കുന്നത് മറ്റുള്ളവനായിരിക്കും. അത് ഈ ലോകത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ മനസ്സിലാക്കണം, ആ പദ്ധതിയെ മാറ്റാൻ കഴിയത്തില്ല ആർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്വന്തം സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് ലോകത്തിൽ വെച്ചിരിക്കുന്ന സെക്യൂരിറ്റീസ് ഒന്നും, സാമ്പത്തികത്തിന്റെ സെക്യൂരിറ്റി ആയാലും, കുടുംബത്തിന്റെ സെക്യൂരിറ്റി ആണെങ്കിലും, ബിസിനസിന്റെ സെക്യൂരിറ്റി ആണെങ്കിലും, ലൈഫിന്റെ സെക്യൂരിറ്റി ആണെങ്കിലും, ആരോഗ്യത്തിന്റെ സെക്യൂരിറ്റി ആണെങ്കിലും, അതൊന്നും സെക്യൂർ അല്ലെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞേക്കുകയാണ്. കാര്യം അവനത് ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യരൊക്കെയും നിഴലായി നടക്കുന്നു നിശ്ചയം. കണ്ട, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. കണ്ട, അവൻ ധനം സമ്പാദിക്കുന്നു. ദാവീദ് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഇത്. ഒത്തിരി പേര് അധ്വാനിച്ചു വെക്കുന്നുണ്ട്. ധനം സമ്പാദിക്കുന്നു നിശ്ചയം. ആരനുഭവിക്കുന്നു എന്ന് അറിയുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ദാവീദ് എന്ന ഭക്തന് കാണാൻ കഴിയുന്ന അതാണ്.
അത് മറ്റുള്ളവർ കാണുന്ന കാഴ്ച അല്ല. അത് ഒരു ഭക്തൻ കാണുന്ന കാഴ്ച. ഇവിടെ അധ്വാനിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ അവന്റെ ആശ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ അത് ഭക്ഷിക്കുമെന്നുള്ള നിരൂപണത്താലാണ്. പക്ഷെ ഒരു ഭക്തനാകുന്ന ദാവീദ് പറയുന്നത് എന്താണ്? ആരത് അനുഭവിക്കും? അങ്ങനെയെങ്കിൽ പലതും അനുഭവിക്കുവാൻ ഈ ഭൂമിയിൽ തെളിവുകളായിട്ടുണ്ട്. ഇക്കണ്ട രാജകൊട്ടാരങ്ങളൊക്കെ പല മഹാന്മാരും പ്രബുദ്ധരും പല പ്രഗത്ഭരും ഇരുന്ന് വാണതാണ് ഈ ഭൂമിയിൽ, നമ്മുടെ കൊച്ചു കേരളം ഉൾപ്പെടെ. എന്നാൽ ഇന്ന് ഇത് പലരുടെയും കാര്യത്തിലല്ല, അല്ലേ? അവിടെ ഇത് എന്റെ തലമുറകൾക്ക് ഇരുന്ന് അനുഭവിക്കുവാനായിട്ട് കണ്ടത് പലതും അവരുടെ കയ്യിലില്ലാതായി പോയി. അതിന് കാരണം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിന്റെ മീതെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ നിരൂപണമാണത് വെളിപ്പെടുന്നത്. നീ അധ്വാനിച്ചാലും നിന്റെ അധ്വാന ഫലം തിന്നുന്നത് മറ്റൊരുത്തനായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലരുടെ അധ്വാന ഫലം തിന്നുന്നത് മറ്റൊരുത്തനാണ്. നീ ഭക്ഷിച്ചതും മറ്റൊരുവന്റെ അധ്വാന ഫലമായിരിക്കും. അപ്പോഴും ദൈവത്തിന്റെ നീതിയാണ് അവിടെ വെളിപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഞാൻ മൗനമായിരുന്നപ്പോൾ, ആ വചനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്തോത്രം, എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ പലതും നിസ്തോത്രം വിവേചിച്ചപ്പോൾ, പലതും ധ്യാനിച്ചപ്പോൾ അകത്ത് അഭിഷേകത്തിന്റെ തീ അവിടെ കത്തി. അവന്റെ കണ്ണുകൾ തുറന്നു. അവൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത് ഇടപെട്ടു. അപ്പോൾ ദുഷ്ടന്റെ മുമ്പിൽ മൗനമായിരുന്നതിന്റെ ഫലമുണ്ടായോ? ഉണ്ടായി. ദുഷ്ടന്റെ മുമ്പിൽ നിന്റെ നാവ് കടിഞ്ഞാണിട്ടപ്പോൾ നിന്റെ ഹൃദയത്തിൽ തീ കത്തുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആ വിധത്തിലാണ്. ആളെ ദൈവ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരാം. ആളെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം, നമ്മൾ വായിച്ച വാക്യം നമുക്ക് ഒന്നും കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 10-ാം അധ്യായം 35-ാം വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ സഹിഷ്ണുത നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ കഷ്ടതയിലൂടെ പോയാലാ ആ സഹിഷ്ണുത വരുള്ളൂ. ആ കഷ്ടത സഹിച്ച ദാവീദ് അവിടെ പറയുന്നു, ഞാൻ മൗനമായിരുന്നു, പല നന്മകളും ഞാൻ ഗണ്യമാക്കാതിരുന്നു. എന്റെ ഹൃദയത്തിൽ ദുഃഖം പൊങ്ങി വന്നു, എന്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അങ്ങനെ വായെടുത്ത് സംസാരിച്ചപ്പോൾ എന്റെ നാടിനെ, എന്റെ നാഴികയും എന്നെ അറിയിക്കണമേ, എന്റെ ആയുസിന്റെ അവസാനത്തിനെ അറിയിക്കണമേ. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ പകർന്ന അഭിഷേകത്താൽ അവൻ സ്വത്രം ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം, ദൈവത്തിന്റെ അഭിഷേകത്തിനൊത്തവണ്ണം വളരെ പോരാടുന്ന ഒരു ദാവീദിനെ അവിടെ കാണുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, കഷ്ടത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് സഹിഷ്ണുത ഉളവാക്കും. ആ സഹിഷ്ണുത ഉള്ളവൻ മാത്രമാ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ കഴിയത്തുള്ളൂ. അവന്റെ വരവിനായി കാത്തിരിക്കുന്നവർ മാത്രമാ അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. അവിടെ വചനം പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അപ്പോൾ താമസിക്കുകയുമില്ല. അപ്പോൾ താമസിക്കാതെ വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അവന്റെ സന്നിധിയിൽ പ്രത്യക്ഷമാക്കുന്ന ദൈവത്തിന്റെ മഹാകൃപ ഇന്ന് പകൽ നേരം എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ, മൗനമായിരുന്നപ്പോൾ ഹൃദയത്തിന് ചൂട് പിടിക്കുവാൻ, ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ. അപ്പോൾ നാവെടുത്ത് സംസാരിക്കണം. നിന്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ വന്ന, നീ മൗനമാക്കപ്പെട്ട, നീ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില വിഷയങ്ങൾ നിമിത്തം നിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കുമ്പോൾ, നിന്റെ നാവിന്മേൽ ദൈവ കൃപയ്ക്കൊത്തവണ്ണം വെളിപ്പെടുത്തുമ്പോൾ അതിന് വിധേയപ്പെട്ട സ്റ്റെപ്പുകളെ വെക്കുവാൻ ഇന്ന് പകൽ നേരം ആത്മാവിൽ ആഹ്വാനം നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അവന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട് അവനോടുകൂടെ നമ്മൾ സൂക്ഷിക്കപ്പെടുവാൻ ഈ വചനങ്ങളെ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ, ദൈവസന്നിധി നമ്മൾ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.